പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ വീടുകളിൽ ഇതുപോലത്തെ അഴുക്കും കറയൊക്കെ പിടിച്ചിട്ടുള്ള ഫ്ലാസ്ക് ഉണ്ടാവുമല്ലോ, അതൊരുപാട് തേച്ചുരച്ച് ബുദ്ധിമുട്ടൊന്നും ചെയ്യാതെ പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതാ എൻ്റെ കയ്യിലുള്ളൊരു ഫ്ലാസ്ക്കാണ് കേട്ടോ. ഇത് നമ്മളെപ്പോഴും കട്ടൻ ചായയും പാൽ ചായയും അതുപോലെ ചുടുവെള്ളമൊക്കെ ഒഴിച്ചു വെക്കുന്ന ഒരു ഫ്ലാസ്ക്കാണിത്. എപ്പോഴും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ നല്ലപോലെ തന്നെ അഴുക്കും കറയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഗ്യാസ് അടുപ്പിലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നല്ലപോലെ ഒരു തിള വന്ന് കഴിയുമ്പോൾ നമുക്കത് ഫ്ലാസ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലാസ്ക് ഫുള്ളായിട്ട് ഇപ്പോൾ ഒഴിക്കേണ്ട, ഒരു 1/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഫ്ലാസ്കിൻ്റെ ഒരു 1/4 ഭാഗത്തോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു നാരങ്ങയാണ് ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുന്നത്. ഫ്ലാസ്കിൽ നല്ലപോലെ തന്നെ കറയുള്ളത് കൊണ്ട് ഒരു നാരങ്ങ ഫുള്ളായിട്ട് തന്നെ ഞാനിതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. അത് ഞാൻ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർത്ത് കഴിയുമ്പോൾ ഇത് കണ്ടില്ലേ, ഇത് മുകളിലേക്ക് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും. ശേഷം അതിൻ്റെ പതയൊന്ന് താന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ബാക്കി ചുടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലാസ്ക് നിറഞ്ഞ് തൂവുന്ന വിധത്തിൽ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ സൈഡ് ഭാഗത്തുള്ള കറയൊക്കെ നല്ലപോലെ തന്നെ പോയി കിട്ടുള്ളൂ. ഇനി നമ്മൾ ഫ്ലാസ്കിൻ്റെ അടിഭാഗത്തുള്ള മൂടി വെച്ചിട്ട് ഇത് അടച്ചു കൊടുക്കണ്ട. ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഈ മൂടി ഉണ്ടല്ലോ, അത് ഒരുപാട് ടൈറ്റിലല്ലാതെ കുറച്ച് ലൂസായ വിധത്തിലൊന്ന് അടച്ചു വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഫ്ലാസ്കിൻ്റെ അടപ്പല്ലാതെ വേറെ ഏതെങ്കിലും ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുത്താൽ, ടൈറ്റിൽ മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് തുറക്കുമ്പോൾ മുകളിലേക്ക് അങ്ങ് പൊങ്ങി നമ്മുടെ മേത്തേക്കൊക്കെ ആവാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ലൂസായ വിധത്തിലൊന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഞാനിത് ഒരു രാത്രി മുഴുവനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്നു. രാത്രി മുഴുവൻ അല്ലെങ്കിലും ഒരു 3-4 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെച്ചിരുന്നാൽ നമുക്ക് കറയൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. ഞാനിപ്പോൾ ഓവർനൈറ്റ് ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ഫ്ലാസ്കിലെ വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, വെള്ളത്തിൻ്റെ കളറേ മാറി വന്നിട്ടുണ്ട്. ഫ്ലാസ്കിനുള്ളിലെ കറയൊക്കെ വെള്ളത്തിലേക്ക് നല്ല പോലെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്ലാസ്കും നന്നായിട്ടൊന്ന് ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി അതേ വെള്ളത്തിലേക്ക് തന്നെ ഫ്ലാസ്കിൻ്റെ അടിമൂടിയും മുകൾ ഭാഗത്തെ അടപ്പൊക്കെ ഞാനൊന്ന് മുക്കി വെക്കുന്നുണ്ട്. വെള്ളത്തിന് ഇപ്പോഴും ചെറിയ ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അടപ്പിനുള്ളിലൊക്കെ കറയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് ഇറങ്ങി വന്നോളൂ. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഫ്ലാസ്ക് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഒരുപാട് ക്ലീൻ ചെയ്യാനൊന്നുമില്ല, കറയൊക്കെ നല്ലപോലെ പോയി കിട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്കിത് ചെറുതായിട്ടൊന്ന് ഉരച്ച് കഴുകിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇതിലേക്കൊരു 1/2 ഭാഗത്തോളം നല്ലപോലെ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്, അതൊന്ന് ഞാൻ കഴുകി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലത്തെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടാവുമല്ലോ, അത് ഈ സ്റ്റിക്കിൻ്റെ അടിഭാഗത്തൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലാസ്കിൻ്റെ ഉൾഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിലിപ്പോൾ ഫ്ലാസ്കിൻ്റെ വാട്ടർ ബോട്ടിലിൻ്റെയൊക്കെ ഉൾവശം ഒന്ന് ഉരച്ച് കൊടുക്കുന്ന സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചൊന്ന് ഉരച്ച് കൊടുത്താലും മതി. എൻ്റെ കയ്യിലിപ്പോൾ ആ സ്റ്റിക്ക് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി കേട്ടോ. ഫ്ലാസ്കിൻ്റെ അടിഭാഗത്തുണ്ടായിരുന്ന ആ കറയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഉരച്ച് കൊടുത്താൽ മതി. നമ്മൾ തിളച്ച വെള്ളത്തിൽ ചെറുനാരങ്ങയും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് മാറ്റി വെച്ചപ്പോൾ തന്നെ പകുതി 1/4 ഭാഗത്തോളം കറയും പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് കൂടെ ഉരച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടും. ഉൾഭാഗമൊക്കെ ഒന്നങ്ങ് ഉരച്ച് കൊടുത്തതിന് ശേഷം ഞാനിത് അതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്നങ്ങ് ഉരച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ സോപ്പോ ലിക്വിഡോ ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല പോലെ തന്നെ നമുക്ക് ക്ലീനായി കിട്ടുന്നുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നമ്മുടെ വാട്ടർ ബോട്ടിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വാട്ടർ ബോട്ടിലിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് അഴുക്കും കറയൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ ഫ്ലാസ്ക് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടില്ല, നമ്മുടെ ഫ്ലാസ്കിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ, ഒരുപാട് മെനക്കെട്ട് നമ്മളിത് തേക്കാനോ ഉരക്കാനോ ഒന്നും നിന്നിട്ടില്ല. ആ സൊല്യൂഷനിൽ നമ്മൾ കറയൊക്കെ ഇളകി വരാനായിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കണം, അത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗവും ഞാനിതാ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒന്നങ്ങ് ഉരച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ സോപ്പോ ലിക്വിഡോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫ്ലാസ്ക് ഇവിടെ അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അടപ്പുകളുണ്ടല്ലോ, അതൊരു സ്ക്രബ്ബർ ഉപയോഗിച്ച് ചെറുതായിട്ട് നമുക്കൊന്ന് ഉരച്ച് കഴുകിയെടുക്കാം. കഴിഞ്ഞ വീഡിയോസിനൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ.
ഒരുപാട് കൂട്ടുകാർ വീഡിയോസൊക്കെ കണ്ട് നല്ല നല്ല കമൻസും ലൈക്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ യൂസ്ഫുള്ളായിട്ടുള്ള ക്ലീനിങ് വീഡിയോസും നല്ല നല്ല റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരൊക്കെ അതൊന്ന് കയറി കണ്ടു നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.